കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 മാസത്തെ ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു. 6 മാസത്തെ കഷ്ടപ്പാട് എനിക്കല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിനായിരുന്നു. കാരണം അവളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇതാണ് നിൻ്റെ ഓവുലേഷൻ ഡേറ്റ് വരുന്നത്. ഞാൻ ഓവുലേഷൻ ഡേറ്റും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നീ ഒരു എക്സ്പയർഡ് പീരിയഡ് ഡേറ്റ് വരെ ഈ കുറച്ച് ലക്ഷണങ്ങൾ നിനക്ക് ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് നാൾ മുൻപ് വരെ അവൾ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയം മുതൽ അവളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, കുറെ കഴിയും പീരിയഡ്സ് ആകും. അങ്ങനെയായിരുന്നു നമുക്ക് പോയിക്കൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് അവളുടെ സൈക്കിൾ റെഗുലർ ആയിരുന്നു, ഇറഗുലാരിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 28 ഡേയ്സിന്റെ മെൻസ്ട്രൽ സൈക്കിൾ ആയിരുന്നു പോയത്. അങ്ങനെ കൂടുതൽ ചേഞ്ചസ് വരികയാണെങ്കിൽ 29, 30 അതിന്റെ അപ്പുറം അത് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അവളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നീ നോട്ട് ചെയ്ത് വെക്കിയ ലക്ഷണങ്ങൾ നമുക്ക് പീരിയഡ്സ് വരികയാണെങ്കിൽ ഓരോ ദിവസം എത്ര ലക്ഷണങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ആദ്യത്തെ മാസമൊന്നും അവൾ അത്രയും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് ആദ്യത്തെ മാസം എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസമല്ല, ഞാൻ ഈ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ട് ആദ്യത്തെ മാസമൊന്നും അവൾ അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഇതെന്താണെന്ന് അറിയില്ല, ഓവുലേഷൻ അറിയില്ല, ലക്ഷണങ്ങൾ എങ്ങനെ നോട്ട് ചെയ്യണമെന്ന് അത്രയും നമ്മൾ ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നീ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്ക്, നമുക്കിങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ അതൊന്നും ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവൾ നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. 3-4 മാസമൊക്കെ അത് ഫ്ലോപ്പ് ആയിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ അതിൽ സ്പെഷ്യൽ ചിന്തിക്കാൻ തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഈ ലക്ഷണങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന പോലെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടു. ആ ഒരു സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി, പോസിറ്റീവായിട്ടോ. അപ്പോൾ ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാവാറില്ല. പക്ഷേ ചില ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് വരുമ്പോഴേക്കും കുറച്ച് ലക്ഷണങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇവള് പറഞ്ഞൊരു ലക്ഷണം ഞാൻ ശരിക്കും വണ്ടറായി പോയൊരു ലക്ഷണമായിരുന്നു. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസിയുടെ ഓവുലേഷന്റെ 2ാമത്തെ ദിവസം പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഇവൾക്കും ആപ്ലിക്കബിൾ ആയി. അതിൽ ശരിക്കും അവളെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2nd ഡേ നോക്കിയപ്പോഴേക്കും ആ 2nd ഡേ ക്ഷീണം ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത് പോലെ തോന്നി. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും നമുക്ക് നോർമലി നമ്മുടെ ലൂട്ടിയൽ ഫേസിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ എല്ലാവർക്കും ഷൂട്ടപ്പ് ആവും. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇവക്കും ഉണ്ടായത്. ആ ഒരു ഹോർമോൺ ഇൻക്രീസ് ആയി വന്നപ്പോഴേക്കും ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. പ്രൊജസ്ട്രോൺ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ദെൻ അവൾക്കൊരു 3, 4, 5, 6 ഡേയ്സ് ഒന്നും പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 6th ഡേ അവൾ പറഞ്ഞു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആ പുതുമോടിയുടെ സമയത്തൊന്നും അല്ലെങ്കിൽ ആ ഒരു വർഷം തികണതിന് മുമ്പൊന്നും ഓവുലേഷൻ കഴിഞ്ഞിട്ട് പലരും തന്നെ ബ്രേക്ക് എടുക്കാറില്ല. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് ചെയ്യാറുണ്ട്. മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉള്ളവർക്കും ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കും അതുപോലെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവർക്കും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു 6th ഡേ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് അപ്രോച്ച് ചെയ്തപ്പോഴേക്കും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് 6th ഡേയിൽ ഇവൾ എഴുതി വെച്ചൊരു സിംറ്റം എന്ന് പറയുന്നത്. ദെൻ 6 കഴിഞ്ഞ് 7ഉം 8ഉം ഡേയ്സ് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം അവൾ പറഞ്ഞു ആ ദിവസങ്ങളിൽ ഓവുലേഷൻ സൈഡിൽ അവൾക്ക് ലെഫ്റ്റ് സൈഡിലായിരുന്നു പെയിൻ ഉണ്ടായിരുന്നത്. അതേ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന 6, 7, 8 ഡേയ്സിലെ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ ഓവുലേഷൻ ഉണ്ടായ അതേ ഭാഗത്ത് തന്നെയായിരുന്നു. ഏകദേശം ഒരു ഹിപ്പിന്റെ പോർഷൻ മുതൽ നമ്മുടെ ആ ഒരു എളി എന്ന് പറയുന്നൊരു പോർഷൻ ഇല്ല, നമ്മൾ കൈ എടുത്തിങ്ങനെ വെക്കില്ലേ, ഇടുപ്പിൽ വെക്കില്ലേ, ആ ഒരു പോർഷൻ മുതൽ താഴെ വരെയുള്ള ഭാഗത്ത് വേദന ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറച്ചു നേരം നിൽക്കുന്ന ഒരു വേദനയായിരുന്നു. ഒരു സന്ധ്യാസമയം മുതലാണ് തുടങ്ങിയത്. രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ആ ഒരു വേദന പോയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ 7ഉം 8ഉം ഡേയ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്കംഫേർട്ട് എന്ന് പറയുന്നത്. ദെൻ 9th ഡേ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 9th ഡേ ഉണ്ടായിരുന്നത് ആ ഹെവിനെസ് ഉണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ ഹെവിനെസ് പോലെ, അതായത് ഒരു ഭാരം അവിടെ ഇരിക്കുന്നത് പോലെയുള്ളൊരു ബുദ്ധിമുട്ട് അവൾക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ഒരുപാട് നേരമല്ല, കുറച്ച് നേരം ഒരു ഹെവിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന 7ഉം 8ഉം ഡേയ്സിൽ ഉണ്ടായിരുന്ന ഒരു വേദന എന്ന് പറയുന്നത് സന്ധ്യ സമയത്തൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മാറുന്ന പോലെയുള്ള ഒരു അസ്വസ്ഥതയായിരുന്നു. ചിലപ്പോഴൊക്കെ ആ വേദന വരുമ്പോഴേക്കും വയറ് നീര് വീഴുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ഓവുലേഷന്റെ 10th ഡേ ഉണ്ടായ ലക്ഷണമാണ്. 10th ഡേ ഉണ്ടായിരുന്നത് ഹെഡേക്ക് ആണ്. പക്ഷെ ഓൾറെഡി മൈഗ്രെയിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളായതുകൊണ്ട് പ്രഗ്നൻസി സമയത്ത് ഈ ലക്ഷണം ഉണ്ടാവുമെങ്കിലും മൈഗ്രെയിൻ്റെ കൂടി ആണോ എന്ന് ഞങ്ങൾ രണ്ടുപേരും സംശയിച്ചു കേട്ടോ. അപ്പോൾ ഹെഡേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓവുലേഷന്റെ 10th ഡേ.
ദെൻ 11th ഡേ പറഞ്ഞൊരു ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും വലിയുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ താഴെ ഇരിക്കുമ്പോൾ, കട്ടിലിന് താഴെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിലത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കുമ്പിട്ടൊന്ന് നിവരുമ്പോഴേക്കും ഒന്ന് കൊളുത്തി പിടിക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ട്, ഒരു വലിയുന്നത് പോലുള്ളൊരു വേദനയും ഡിസ്കംഫേർട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പീരീഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദന ചെറുതായിട്ട് വന്നു. അപ്പോൾ അവളിങ്ങനെ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും എനിക്ക് റെഗുലർ ആണ്, പക്ഷെ ഇതിപ്പോൾ എന്താ പീരീഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള വേദന വരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 12th ഡേ, നമ്മുടെ ഇംപ്ലാന്റേഷൻ്റെ ആ ടൈം പീരീഡ് നമ്മൾ പറയുന്ന ആ ഒരു ദിവസം, ആ ദിവസത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വോമിറ്റ് ചെയ്യാനായിട്ട് ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരുന്നത് പോലെയുള്ളൊരു വെപ്രാളം, ഒരു അസ്വസ്ഥത ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വന്നിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ നമുക്കൊരു മുഖത്തൊക്കെ ഒരു വിളർച്ച അല്ലെങ്കിൽ ശരീരം തളരുന്നത് പോലുള്ളൊരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവില്ലേ, അതുപോലുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടായതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോഡിയിൽ ടയർഡ്നെസ് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ദെൻ ആ ഒരു ഇംപ്ലാന്റേഷൻ ടൈം കഴിഞ്ഞു. ഓവുലേഷൻ്റെ ആ ഒരു 13th ഡേ, ആ ഒരു 13th ഡേ ആയപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ വിവിഡ് ഡ്രീംസ് ഉണ്ടായി എന്ന് പറഞ്ഞു. വിവിഡ് ഡ്രീംസ് എന്ന് പറയുന്നത് നല്ല സ്വപ്നമല്ല, പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നം. അതായത് എന്തോ ചേസ് ചെയ്യാൻ വരുന്നത് പോലെ ഒരു പേടി, ഒരു വെപ്രാളം. നമ്മളിപ്പോൾ പറയില്ലേ, പുലി പിടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഡൈനോസറിനെ സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ടൈഗറിനെ കാണുന്നു, അല്ലെങ്കിൽ പ്രേതത്തിനെ കാണുന്നു, അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ എന്തോ ചേസ് ചെയ്യാൻ വരുന്നത് പോലെ സ്വപ്നം കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കിടക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കുക. അപ്പോൾ ആ കിടക്കുന്ന സമയത്ത് എഴുന്നേക്കാൻ പറ്റാത്തത് പോലുള്ള രീതിക്ക് തല പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പൊങ്ങാൻ പറ്റാത്ത പോലുള്ള രീതിക്കൊക്കെ സ്വപ്നം കണ്ടു. രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം കൂടി ലക്ഷണം ഉണ്ടായി എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ 14th ഡേ, നമ്മൾ പീരീഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം, ഏകദേശം 28-29 ഡേ ആയിരുന്നു സൈക്കിൾ ലെങ്ത് പോയിക്കൊണ്ടിരുന്നത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഒരു പീരീഡ്സിന്റെ 14 എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം ഒരു പീരീഡ് ആകുന്നത് പോലുള്ളൊരു വേദന ഉണ്ടായിരുന്നു. ഇത് എഴുതിക്കൊണ്ടിരുന്ന സമയത്തും അവളപ്പോൾ പിന്നെ വിശ്വസിച്ചിരുന്നത് പീരീഡ്സ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം പീരീഡ്സ് ആകുന്നത് പോലുള്ള ഒരു വേദനയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പീരീഡ്സ് വരുന്നതിന് മുൻപായിട്ട് ഒരു ബാക്ക് പെയിൻ അനുഭവപ്പെടും. പീരീഡ്സിന്റെ ആ ഒരു സമയങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എൻ്റെ ഫ്രണ്ടിന് ഉണ്ടാകുന്ന ഡിസ്കംഫേർട്ട് എന്ന് പറയുന്നത് അടിവയറിൻ്റെ അവിടെ വേദന ഉണ്ടാകും, അതുപോലെ തൊടയുടെ ആ ഭാഗത്ത് വേദന ഉണ്ടാകും, പിന്നെ ബാക്ക് പെയിനും ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതെല്ലാം കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൾ വിചാരിച്ചു ഇതിൽ പീരീഡ്സ് തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് പീരീഡ്സിന്റെ വേദന ഉണ്ടാകുന്നതോടൊപ്പം ഉണ്ടായ മറ്റൊരു ഡിസ്കംഫേർട്ടാണ് കുമ്പിട്ട് നിവരുന്ന അവസരങ്ങളിൽ തല കറങ്ങുന്നത് പോലെ തോന്നുക, പെട്ടെന്നൊന്നും തിരിയുന്ന അവസരങ്ങളിൽ തല കറങ്ങുന്നത് പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് കിടന്നു കഴിയുമ്പോഴേക്കും അത് നോർമൽ ആയിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ പീരീഡ്സ് വരുന്നത് പോലുള്ള വേദന ഉണ്ടായിട്ടും പിന്നീട് അങ്ങോട്ടേക്ക് പീരീഡ്സ് ഉണ്ടായിട്ടില്ല. 15th ഡേ ആയിരുന്നു ശരിക്കും പീരീഡ്സ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം 14th വരാഞ്ഞുകൊണ്ട് 15th ഡേ പീരീഡ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നും പീരീഡ് വന്നില്ല, മിസ്ഡ് പീരീഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ 16th ഡേ, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 16th ഡേ സെയിം സിംറ്റംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയതായിട്ട് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വോമിറ്റിംഗ് ടെൻഡൻസിയും അതുപോലെ ടയർഡ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പീരീഡിന്റെ ആകുന്നത് പോലുള്ള വേദനയും ഉണ്ടായിരുന്നു. വേറെ പുതിയതായിട്ട് ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ദെൻ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 17th ഡേ, ആ 17th ഡേ എങ്ങനെ പറഞ്ഞത് യെല്ലോ കളറിലുള്ള ലിക്വിഡ് വോമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മോർണിംഗ് ബ്രഷ് ചെയ്തിരുന്ന സമയത്തായിരുന്നു അങ്ങനെയുള്ള ലിക്വിഡ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ വോമിറ്റ് ചെയ്ത ആ ഒരു ലിക്വിഡ് ഭയങ്കര കയ്പായിരുന്നു, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു. മോർണിംഗ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം അങ്ങനെ ഒരു ലിക്വിഡ് വോമിറ്റ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു വന്ന പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും കാർഡ് ടെസ്റ്റിൽ സെക്കൻഡ് ലൈൻ ഭയങ്കര ഫെയിൻ്റ് ആയിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ലൈൻ വന്നതുകൊണ്ട് പോസിറ്റീവ് ആകാനായിട്ടും ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ഒരു 17th ഡേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഫെയിൻ്റ് ലൈൻ ഇമ്മീഡിയറ്റ്ലി കിട്ടി കേട്ടോ. ഒരു 18th ഡേ ആയപ്പോഴേക്കും ഫുഡിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതായത് കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. എത്ര ഇൻട്രസ്റ്റ് ഉള്ള ഫുഡാണെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ദെൻ സ്റ്റൊമക്ക് ഭയങ്കര ഒരു ഫീലിംഗ്, അസ്വസ്ഥത ഉണ്ടായിരുന്നു. വയറിൽ കല്ലപ്പ് പോലെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ ബ്ലോട്ടിങ്ങിന്റെ ബുദ്ധിമുട്ടും ഉണ്ടായി എന്ന് പറഞ്ഞു. ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഫുഡ് ദഹിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് 19th ഡേ ടെസ്റ്റ് ചെയ്ത് ഒന്നുകൂടി നോക്കിയായിരുന്നു. മോർണിംഗിൽ ആദ്യത്തെ യൂറിൻ എടുത്തിട്ടാണ് നോക്കിയത്. കമ്പാരിറ്റീവ്ലി നേരത്തെ ടെസ്റ്റ് ചെയ്തതിനേക്കാളും 17th ഡേ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും കുറച്ച് ഫെയിൻറ്റ് ലൈൻ ആയിരുന്നു. പക്ഷേ 19th ഡേ ആയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും നല്ല ഡാർക്ക് ആയിട്ടുള്ള ലൈൻ, കമ്പാരിറ്റീവ്ലി അതിനേക്കാളും ഡാർക്ക് ആയിട്ടുള്ള ലൈനായിരുന്നു കിട്ടിയത്. അങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി.
അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ മുതൽ ഒരു 19th ഡേ വരെയുള്ള ലക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ആദ്യത്തെ ഒരു മാസം ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പോസിറ്റീവ് കിട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 3 months ആയി. സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ ആയിട്ട് ഇത് ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് ഇട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. പുള്ളിക്കാരിക്ക് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് നല്ലൊരു കുഞ്ഞിനെ ആരോഗ്യവും ആയുസ്സോട് കൂടി കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിനാണ് അനുഭവപ്പെട്ടത്. ആ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഒരു ലക്ഷണവും ഇല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരീഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും എത്രത്തോളം ബ്ലീഡിംഗ് ആണ് വരുന്നതെന്ന് കൂടി നിങ്ങൾ നോക്കുക. കാരണം ഒരുപാട് പേരുണ്ട് ബ്ലീഡിംഗ് വളരെ കുറച്ച് വന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.